Today, God gave me a scripture portion that is familiar for all of us, but I am not going to preach about that message in a traditional way. God gave me another message from this portion, so try to listen and try to obey the word of God. Now, today we are going to meditate the word of God here. Our title is Power of God's Covenant. ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ദൈവിക ഉടമ്പടിയുടെ ശക്തി എന്നുള്ളതാണ്. Power of God's Covenant. ദൈവിക ഉടമ്പടിയുടെ ശക്തി. 1 Samuel chapter 17, we know about the story of Goliath and David. We all are familiar with that story. 1 ശമൂവേൽ 17-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം വളരെ സുപരിചിതമാണ് ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും ചരിത്രം. As I said, I am not going to preach about that history in a traditional way. ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മൾ മുൻപ് ചിന്തിച്ചു വന്ന ആ ഒരു നിലയിലല്ല ഇന്ന് ചിന്തിക്കുന്നത്. History of David and Goliath says an important message to us. ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും ആ ഒരു ചരിത്രം നമുക്ക് നൽകി തരുന്ന ഒരു ശക്തമായ ഒരു സന്ദേശമുണ്ട്. Here I would like to point out the importance of the power of God's covenant. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവിക ഉടമ്പടിയുടെ ശക്തി എന്നതിനെ കുറിച്ചാണ്. I am going to preach from all the main areas, all areas of this chapter, but we are going to read one scripture portion. ഈ 17-ാമത്തെ അധ്യായം മൊത്തമായി നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു വാക്യം അതിൽ നിന്ന് വായിക്കുകയാണ്. 1 Samuel chapter 17 verse 16. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. Read it in English and in Malayalam, no problem. For 40 days the Philistine came forward and took his stand morning and evening. 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും ആ ഫിലിസ്ത്യൻ മുമ്പോട്ട് വന്നു നിന്നു. We know that we all have different kinds of challenges and problems in our life. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികളും പ്രതിസന്ധികളും കടന്നു വരാറുണ്ട്. The challenges may be from different kinds. That means from family problem. Our problems are from the family problems, emotional crisis, and different kinds of problems we have. വ്യത്യസ്തമായ നമ്മുടെ കുടുംബപരമായ പ്രതിസന്ധികൾ, മാനസികമായ പ്രതിസന്ധികൾ, പിരിമുറുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. But it is very difficult to find out the main giant or main enemy in our life. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ വെല്ലുവിളികളുടെ പിൻപിലുള്ള യഥാർത്ഥ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ പ്രയാസമാണ്. Amidst of different challenges, it is not easy to find out the great enemy in our life. ഈ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ അതിന്റെ പിന്നിലെ ആ യഥാർത്ഥ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല. Here in this word we read that the Bible says Goliath tormented the Israelites continuously 40 days. ഇവിടെ നമ്മൾ കാണുന്നത് തുടർമാനമായ 40 ദിവസങ്ങൾ ഗോലിയാത്ത് മുൻപോട്ട് വന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെതിരെ വെല്ലുവിളി നടത്തുകയാണ്. The Israeli people were afraid about the huge Goliath. ഈ മല്ലനായ ഗോലിയാത്തിനെ കണ്ട് ഇസ്രായേൽ ജനം ഭയരഹിതരായിരിക്കുകയാണ്. They were not afraid about the Philistines or their army or their weapons. ഇസ്രായേൽ ജനം ഭയപ്പെട്ടത് ഫെലിസ്ത്യരുടെ സൈന്യത്തെയോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളെ ഒന്നും കണ്ടിട്ടല്ല അവർ ഭയപ്പെട്ടത്. They afraid only because of one person, that is giant Goliath. ആ ഇസ്രായേൽ ജനം ഭയപ്പെട്ടത് ഒരേ ഒരു വ്യക്തിയാണ്, അത് ഗോലിയാത്ത് എന്ന മല്ലനെയാണ് ഭയപ്പെട്ടത്. When they looked to him, they saw the huge size of the giant. അവര് ഈ ഗോലിയാത്തിനെ നോക്കുമ്പോൾ തന്റെ ആ ശരീരത്തിന്റെ വലിപ്പവും തന്റെ ആ ഒരു പൊക്കവും ഒക്കെ കണ്ടാണ് അവർ ഭയപ്പെട്ടത്. They afraid of the huge size and shape of this giant Goliath. തന്റെ അമാനുഷികമായിട്ടുള്ള ആ ഒരു ശക്തിയും ആ ഒരു വലിപ്പവും ഒക്കെ കണ്ടാണ് ഇവർ ഭയപ്പെട്ടത്. The people, when they look outwardly to this giant, they all are afraid. ആ ഗോലിയാത്തിനെ പുറമെ നോക്കി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എല്ലാം ഭയപ്പെട്ടു നിൽക്കുകയാണ്. They ran away from his presence. അവരെല്ലാം തന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലുകയാണ്. They feared about him. തന്നെ കുറിച്ചുള്ള ഭയം അവരെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. But when we look to the Bible, we can see another concept about this huge person, Goliath.
എന്നാൽ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഗോലിയാത്തിനെ കുറിച്ച് മറ്റൊരു വിഷയം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. Goliath, the people of Israel recognized Goliath as a huge person, more than 9.6 feet height in his body. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരു 6 അടി പൊക്കമുള്ള ഒരു വലിയ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. His size was very high. താൻ വലിയ ഉയരവും വലിയ ശരീരവുമുള്ള ഒരു മനുഷ്യനാണ്. But when David came to the scene, his understanding is different from the Israelite people. എന്നാൽ ദാവീദ് സ്തോത്രം ആ ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് കാണുന്നത് മറ്റൊരു കണ്ണിലാണ്. David is actually under the covenant of God. ദാവീദ് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ഉടമ്പടിക്കകത്തുള്ളവനാണ്. He is the anointed one of God. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. So he identified giant Goliath differently. അതുകൊണ്ട് തന്നെ ദാവീദ് ഒരു വ്യത്യസ്തമായ നിലയിലാണ് ഈ ഗോലിയാത്തിനെ കണ്ടത്. It is necessary to understand, or it is important to recognize the work of this giant enemy before us. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ കടന്നു വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ശത്രു ആരാണെന്ന് നാം തിരിച്ചറിയണം. We have different enemies before us. നമ്മുടെ മുമ്പിൽ അനേക തരത്തിലുള്ള വെല്ലുവിളികൾ കടന്നു വരാറുണ്ട്. But only one enemy is important, and it make again and repeatedly it attack us. എന്നാൽ ഒരു ശത്രു തുടർമാനമായി നമ്മളെ it will attack again and again. നമ്മളെ തുടർമാനമായി നമ്മളെ എതിർത്തുകൊണ്ടിരിക്കും. We need to understand that enemy and try to fight against that enemy. ആ ശത്രു ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ആ ശത്രുവിനെതിരെ നാം യുദ്ധം ചെയ്യണം. Goliath was an intimidating fear, causing fear to the people. ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം പരത്തുന്ന ഒരു വ്യക്തിയാണ്. Goliath takes away the peace and joy of the Israelites. ആ ഇസ്രായേൽ ജനത്തിന്റെ സമാധാനത്തെ മുഴുവനും കവർന്നെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഗോലിയാത്ത്. Goliath makes insecurity feelings and dismay among the people of Israel. ഗോലിയാത്ത് ജനത്തിന്റെ ആ ഒരു സമാധാനത്തെയും സ്വാതന്ത്ര്യത്തെയും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. When we turn to the scripture portion, we know that Goliath will come incessantly or continuously against the people. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ തുടർമാനമായിട്ട് ഈ ശത്രു കടന്നു വന്നവരെ വെല്ലുവിളിക്കുകയാണ്. And 1 Samuel chapter 17 verses 11 and 24 says, people of Israel ran away from the voice and shape of Goliath. 1 ശമൂവേൽ 17-ാമത്തെ അധ്യായം അതിന്റെ 11ഉം 26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം തന്റെ ശബ്ദം കേട്ടും അതുപോലെ തന്റെ വലിപ്പം കണ്ടും അവർ ഭയപ്പെട്ടു നിൽക്കുകയാണ്. So here we can see that first David tried to identify this giant enemy. ഒന്നാമതായി ദാവീദ് തന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിയുകയാണ്. He realized or he recognized certain things about this Goliath. ഈ ഗോലിയാത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ദാവീദ് മനസ്സിലാക്കിയെടുക്കുകയാണ്. He realized that, or he recognized that he is the one who causing the fear. ദാവീദ് മനസ്സിലാക്കുകയാണ് ഈ മല്ലനായ ഗോലിയാത്താണ് ഈ ഇസ്രായേൽ ജനത്തിന്റെ അകത്ത് ഭീതി പടർത്തുന്നത്. His figure causing fear. തന്റെ ശരീര വലിപ്പമാണ് ജനത്തിന്റെ ഉള്ളിൽ ഭീതിക്ക് കാരണമായി തീരുന്നത്. This enemy takes away the peace and joy. ആ ഗോലിയാത്താണ് തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് സമാധാനവും സന്തോഷവും കവർന്നെടുക്കുന്നത്. He makes all these insecurity feelings and dismay among the people of Israel. ഈ ഗോലിയാത്താണ് സ്തോത്രം ജനത്തിന്റെ ഇടയിൽ നിന്ന് ആമേൻ സ്തോത്രം ഒരു വല്ലാത്ത ഭീതിയിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നത്. And Goliath will come incessantly against to the people of Israel. ഗോലിയാത്ത് തുടർമാനമായി കടന്നു വന്നവരെ ഭീതിപ്പെടുത്തുകയാണ്. His shape and voice is making fear among the people of Israel. ഗോലിയാത്തിന്റെ ശബ്ദവും തന്റെ വലിപ്പവും ജനത്തെ ഭയപ്പെടുത്തുകയാണ്. These are the Old Testament explanation about the giant Goliath. ഇതാണ് ഗോലിയാത്തിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ വിവരണങ്ങൾ. When we look to the Bible exactly says that what happens in the life of the believers is the same thing. എന്നാൽ തിരുവചനം നാം ഉടനീളം നോക്കുമ്പോൾ ഇതേ അനുഭവത്തിലൂടെയാണ് അവൻ പുതിയ നിയമ വിശ്വാസികൾ കടന്നു പോകുന്നത്. Satan engaging in the business of terrifying the people of God. ആമേൻ. ദൈവജനത്തെ തുടർമാനമായി പിശാച് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. So we need to identify the giant Goliath in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഗോലിയാത്തിനെ നാം തിരിച്ചറിയണം. He will make fear in your heart. ആ ഗോലിയാത്ത് നമ്മുടെ ഹൃദയത്തിൽ ഭയം കൊണ്ടിടും. He will take away
your peace and joy. ആ ഗോലിയാത്ത് നമ്മുടെ സന്തോഷവും സമാധാനവും കെടുത്തിക്കളയും. He may try to make some insecurity feelings and dismay in your life. ആ ഗോലിയാത്ത് നമ്മുടെ ജീവിതത്തിലെ സുരക്ഷിതത്വത്തിൽ നിന്നുള്ള ഒരു ഭയം ആ ഗോലിയാത്ത് കൊണ്ടിടുവാൻ This ഇടയായി. enemy may attack again and again you. ആ ഗോലിയാത്ത് തുടർമാനമായി നമ്മളെ But ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. one thing is sure, you need to identify the giant problem, the big enemy in your life. എന്നാൽ ദൈവമക്കളായ നാം ആ യഥാർത്ഥ ശത്രുവാണെന്ന് ഈ നാളുകളിൽ So തിരിച്ചറിയണം. we must identify the giant Goliath in our life. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. Dear brothers and sisters, we have different kinds of problems and challenges in our life. വ്യത്യസ്തമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. Here David recognized the real enemy, giant Goliath. ഇവിടെ ദാവീദ് തന്റെ യഥാർത്ഥ ശത്രു ആരെന്ന് തിരിച്ചറിയുകയാണ്. Praise the Lord. I would like to explain it in few words in Malayalam. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നിരവധി ശത്രുക്കളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും അതിലേറ്റവും വലുതായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നതിനെ തിരിച്ചറിയുന്നതിനാണ് ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. ഒരാൾ ദൈവസന്നിധിയിൽ വിജയിക്കണമെങ്കിൽ, ശത്രുവിന്റെ മേൽ മറികടക്കണമെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. എന്നാൽ ഇതിനേക്കാളൊക്കെ വലുത് നമുക്കറിയാം, ഫെലിസ്ത്യയുടെ രാജാവ് അവിടെയുണ്ട്, ഫെലിസ്ത്യയുടെ ആയുധങ്ങൾ അവിടെയുണ്ട്, പല കാര്യങ്ങൾ അവിടെയുണ്ട്. ഇതിനെ ഒന്നുമല്ല ഇസ്രായേൽ ജനം ഭയപ്പെട്ടത്. അവർ ഭയപ്പെട്ടത് ഒരുവന്റെ ആകൃതിയും ഒരുവന്റെ ഉയരവും ഒരുവന്റേതായ ആ നടപ്പുമാണ് ആൾക്കാരെ ഭയപ്പെടുത്തിയതെങ്കിൽ, ഇസ്രായേലിനെ ഭയപ്പെടുത്തിയതെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആവർത്തിച്ച് നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം ജയം തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചേർന്ന് ദൈവത്തിന് ഒരു ആമേൻ കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തോട്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ആവർത്തിച്ച് പോരാടുന്ന ചില മല്ലന്മാരായ ശത്രുക്കളുടെ നേരെ എൻ്റെ ദൈവത്തിന്റെ കരം നീട്ടുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ നീട്ടാൻ പോകുകയാണ്. Glory to the Lord. നിനക്കെതിരെ നിൽക്കുന്ന ചില വ്യക്തികളുടെ മേൽ, നിനക്കെതിരെ നിൽക്കുന്ന ചില ശക്തികളുടെ മേൽ, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, എന്റെ ശക്തി ഞാൻ പുറപ്പെടുവിക്കുമ്പോൾ നീ ചിലതിനെ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ ദൈവം നിനക്ക് ജയം തരുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് എന്റെ ദൈവം എനിക്ക് വിടുതൽ തരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? Can you say an amen to the Lord? Praise the Lord. Hallelujah. Praise. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം, എങ്കിലേ അതിന്റെ മേൽ ജയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. Praise the Lord. Secondly, what gave David the victory over Goliath? രണ്ടാമതായി, what gave David the victory over Goliath? ഗോലിയാത്തിന്റെ മുകളിൽ എന്താണ് ദാവീദിന് വിജയം നൽകി കൊടുത്തത്? Praise the Lord. What gave David the victory over Goliath? ഗോലിയാത്തിന്റെ മുകളിൽ ദാവീദിന് വിജയം നൽകി കൊടുത്ത ഘടകം എന്താണ്? Praise the Lord. It was not the sling. Normally we know that he used one sling, stone and sword to kill Goliath. നമുക്കറിയാം, ദാവീദ് സ്തോത്ര ഗോലിയാത്തിനെ കൊല്ലുവാനായി ഉപയോഗിച്ചത് കവണയും കല്ലുമാണ് ഉപയോഗിച്ചത്. It was not the sling, not the stone and not the sword gave him the victory. എന്നാൽ സ്തോത്രം, ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചത് ഈ കവണയോ ഈ കല്ലോ കൊണ്ട് മാത്രമല്ല. But it was something else which everybody cannot see. എന്നാൽ മറ്റാർക്കും കാണാൻ പറ്റാത്ത ഒന്നിലൂടെയാണ് ദാവീദ് ഗോലിയാത്തിനെ തകർക്കുവാനിടയായി. Only people who have revelation can see that. വെളിപ്പാടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ. David saw what is actually not seen by others. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാവുന്ന ഒന്നാണ് ദാവീദ് ഗോലിയാത്തിൽ കണ്ടത്. This is the speciality or particular feature of a person who is anointed by the Lord. അഭിഷേകം ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. Everybody cannot see. If somebody looks to this giant, he may afraid. ഈ ഗോലിയാത്തിനെ നോക്കുന്ന മറ്റുള്ളവർക്കെല്ലാം അത് ഭയമായിട്ടാണ് തോന്നുന്നത്. The people only who have revelation can see the other thing. What is the basic reason for this fear?
എന്നാൽ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്താണ് ഈ യഥാർത്ഥ ഗോലിയാത്തെന്നും അവനിൽ നിന്ന് ഭയം പുറപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. Again, if we ask to the people of Israelites what you saw or what is the specialities of this particular person, ഇസ്രായേൽ ജനത്തോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നത് നമുക്ക് they ചോദിക്കാം. may say that or they may answer to us, his height is 9.6 feet, more than that. ഈ ആമേൻ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുമ്പോൾ അവർ പറയും ഈ മനുഷ്യന്റെ ഉയരം അത് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഏതാണ്ട് 6 അടിയോളം ഉയരം വരുന്ന ഒരു മനുഷ്യനാണ്. His shape is huge and gigantic. തന്റെ ശരീരത്തിന്റെ ആകൃതി വളരെ സാധാരണ മനുഷ്യരിൽ കാണുന്നതിനേക്കാളും ഉപരിയാണ്. He have great weapons with him. തന്റെ കയ്യിൽ വലിയ ആയുധങ്ങളുണ്ട്. Many things to protect himself. തന്റെ ശരീരത്തെ അവൻ മറയ്ക്കുവാൻ ഒരുപാട് കവചങ്ങളുണ്ട്. This person have the great name and fame in his life. തന്റെ ദേശത്ത് വലിയ പേരുള്ള മനുഷ്യനാണ് ഇവൻ. He have a reputation among his Philistines and the army of Philistia. ഫിലിസ്ത്യരുടെ ആ സൈന്യത്തിന്റെ ഇടയിൽ തന്നെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ് ഇവൻ. So when a person look this Philistine, this giant, they may say outwardly many things, many great things about him. അതുകൊണ്ട് പുറമേ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഇസ്രായേൽ ജനത്തിന് ഇവനെ കുറിച്ച് പറയുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. But when we ask to David, what is the particular feature of this person? എന്നാൽ ദാവീദോട് ചോദിക്കാം, നീ എന്താണ് ഈ ഗോലിയാത്തിൽ കണ്ടതെന്ന് നമുക്ക് ചോദിക്കാം. He will reply to us, what is actually not seen by others, I saw that. മറ്റുള്ളവർ കാണാൻ കഴിയാഞ്ഞ ഒന്നാണ് ഞാൻ ഗോലിയാത്തിൽ കണ്ടതെന്ന് ദാവീദ് ഉത്തരം പറഞ്ഞു. If you turn your attention to 1 Samuel 17 verse 26 and 36, we can see that particular thing there. 1 ശമൂവേൽ 17-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം 36-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ആ പറഞ്ഞതിന്റെ കാരണം നമുക്ക് അവിടെ 1 മനസ്സിലാക്കാം. Samuel chapter 17 verse 26. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്ത്യരെ കൊണ്ട് ഇസ്രായേലിൽ നിന്ന് ഫിലിസ്ത്യരെ നീക്കിക്കളയുന്നവര് എന്ത് കൊടുത്തു? ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുവാൻ ഈ അഗ്രസംഖ്യയായ ഫിലിസ്ത്യൻ ആരെ എന്ന് പറഞ്ഞു. Here David asked in this verse 26 a question to his colleagues or those who are surrounding him. He asked a question to them, who is this uncircumcised Philistine? ഇവിടെ ദാവീദ് ഇസ്രായേൽ സൈന്യത്തിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ആരാണെന്ന് ദാവീദ് ചോദിക്കുക. This is what David recognized about the life of this Goliath. ഇതാണ് ദാവീദ് ഈ ഗോലിയാത്തിൽ തിരിച്ചറിഞ്ഞ പ്രധാനപ്പെട്ട His കാര്യം. first question to the people is that who is this uncircumcised Philistine? ദാവീദിന്റെ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ദാവീദ് ചോദിക്കുന്നത് ഇതാണ്, ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ആരെന്നാണ് He ചോദിക്കുന്നത്. is least bothered about his outward figure. താൻ തന്റെ പുറമേയുള്ള കാര്യങ്ങളൊന്നും ദാവീദിനെ ചഞ്ചലപ്പെടുത്തുന്നതല്ലായിരുന്നു. He want to know one thing, who is this uncircumcised Philistine? ദാവീദിന് അറിയേണ്ട ഒറ്റ കാര്യമായിരുന്നു, ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ആരാണ്. Again in verse 36 we can read this particular same word we can see in 36. 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇതിന് സമാനമായ കാര്യം ദാവീദ് ചോദിക്കുന്നത് കാണാൻ One കഴിയും. of you please read. Here also David said that, who is this uncircumcised Philistine? ഈ 36-ാമത്തെ വാക്യത്തിലും അതേ ചോദ്യം തന്നെ, അതേ പദം തന്നെ ദാവീദ് ഗോലിയാത്തിനെ കുറിച്ച് പറയുവാൻ ഉപയോഗിക്കുകയാണ്. ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ എന്നാണ് So പറയുന്നത്. in verse 26 and 36 David says that who is this uncircumcised Philistine? 26-ാമത്തെ വാക്യത്തിലും 36-ാമത്തെ വാക്യത്തിലും ഗോലിയാത്തിനെ കുറിച്ച് ദാവീദ് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. This is the particularity of a person who is anointed by God. ഇതാണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. He can see what is actually not seen by others. അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ചിലത് കാണാൻ കഴിയും. So I exhort you, the children of God, that you want to fill with the Holy Spirit, then only you can see certain things the others cannot see. അതുകൊണ്ട് ദൈവജനം ഈ നാളുകൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിയുവാൻ I believe that all the army people have, or the Israelites have different kinds of post or different positions in their category.
ഇസ്രായേലിലെ ഓരോ പടയാളികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം വ്യത്യസ്തമായ ചുമതലകൾ ഉണ്ടെന്ന് നമുക്കറിയാം. But they don't have this recognition power in their heart. എന്നാൽ അവർക്ക് ആർക്കും ഇങ്ങനെ ആമേൻ സ്തോത്രം ഇങ്ങനെ ഒരു തിരിച്ചറിവിന്റെ ഒരു കൃപ അവർക്കില്ല. Only David can recognize this huge giant and what is the weakness in him. ഈ ഗോലിയാത്തിന്റെ വീക്ക്നെസ് എന്താണെന്ന് ഈ ദാവീദിന് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന് മാത്രമേ മനസ്സിലാകൂ. He realized that, David realized that this man is not circumcised. ദാവീദ് തിരിച്ചറിയുകയാണ് ഇവൻ ആമേൻ സ്തോത്രം പരിച്ഛേദന ഏൽക്കാത്ത ഒരു വ്യക്തിയാണ്. The first word against to him is that who is this uncircumcised Philistine? അതുകൊണ്ടാണ് എടുത്ത വായിൽ തന്നെ ദാവീദ് ചോദിക്കുന്നത് ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ആരെന്ന്. He is not looking his shape. ദാവീദ് തന്റെ പുറമേയുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. He is not looking on his strength, his size or strength, തന്റെ ശക്തിയോ തന്റെ ആരോഗ്യമോ ബലമോ ഒന്നുമല്ല ദാവീദ് അവിടെ നോക്കുന്നത്. but looking if he was a person of covenant or not. ദാവീദ് നോക്കുന്നത് അവൻ ദൈവിക ഉടമ്പടിയിൽ പെട്ടവനാണോ അതോ അല്ലാത്തവനാണോ എന്നാണ് ദാവീദ് നോക്കുന്നത്. The child of God need to recognize this particular quality. യഥാർത്ഥ ദൈവവൈതൽ ഇങ്ങനെയുള്ള ആമേൻ സ്തോത്രം ആ ഒരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. If my enemy is not in the covenant, not under the covenant or not, when you recognize that, then you can fight against easily to him. അവൻ ദൈവിക ഉടമ്പടിയിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ നിങ്ങളുടെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ആ ശത്രുവിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയും. David recognized that this uncircumcised Goliath was not under the covering of covenant. ആമേൻ ദാവീദ് ഇവിടെ തിരിച്ചറിയുകയാണ് ദൈവിക ഉടമ്പടിയുടെ ഒരു കവറിംഗ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഗോലിയാത്ത് എന്ന് മനസ്സിലാക്കുക. He realized this fact. Goliath was an uncircumcised person. ദാവീദ് മനസ്സിലാക്കുകയാണ് ആമേൻ സ്തോത്രം ഈ ഗോലിയാത്ത് ഒരു അഗ്രചർമ്മിയായ മനുഷ്യനാണ്. In the Old Testament there is a great meaning for this circumcision. In the Old Testament circumcision has a great meaning. പഴയ നിയമത്തിൽ ഈ പരിച്ഛേദനയ്ക്ക് അനേക അർത്ഥങ്ങളുണ്ട്. It is an important thing in the Old Testament, and at the same time there is a great meaning in this circumcision. പരിച്ഛേദനയ്ക്ക് ഒരു വലിയ അർത്ഥം പഴയ നിയമത്തിൽ നമുക്ക് കാണാം. Circumcision is the covenantal act. പരിച്ഛേദന എന്ന് പറയുന്നത് സ്തോത്രം ദൈവിക ഉടമ്പടിയുടെ ഒരു പ്രവൃത്തിയാണ്. When we look to the Old Testament, we can understand that if a person is circumcised, it means he is separated mentally, he is separated from his background. പഴയ നിയമത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പരിച്ഛേദന ഏറ്റ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ്. He is hagios or separated. അവൻ ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവനാണ്. He is holy and faithful to the Lord. അവൻ ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടെ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. If somebody is separated for the Lord, they have a covering from the Almighty God. അവൻ ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തും ഒരു ദൈവിക സംരക്ഷണം ഉണ്ടായിരിക്കും. We know that when the people travel throughout the wilderness, some of their children were not circumcised during that time. ആമേൻ 40 വർഷത്തെ ആ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ പ്രയാണ യാത്രയിൽ നമുക്കറിയാം അതിൽ ചില കുഞ്ഞുങ്ങൾ പരിച്ഛേദന ഏൽക്കാത്തവരായിട്ടുണ്ടായിരുന്നു. But before entering into the promised land, they all are circumcised. എന്നാൽ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി അവരെല്ലാം പരിച്ഛേദന ഏറ്റു. So the circumcision is an important factor. അതുകൊണ്ട് തന്നെ ഈ പരിച്ഛേദന എന്നത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. In the Old Testament, circumcision has a great meaning. പഴയ നിയമത്തിൽ പരിച്ഛേദനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. Circumcision is the sign of covenantal act. ഉടമ്പടിയുടെ പ്രവൃത്തി. ഉടമ്പടിയുടെ ഒരു പ്രവൃത്തിയാണ് ഈ circumcision. പരിച്ഛേദന. People who are circumcised say they are under the covenant. They have a covenant with God. പരിച്ഛേദന ഏറ്റ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. They have a covenant with God. അവന് ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. When somebody is in the covenant, they have a covenantal God. പരിച്ഛേദന ഏറ്റ ഒരു വ്യക്തിക്ക് ഉടമ്പടി നൽകി കൊടുത്ത ഒരു ദൈവമുണ്ട്. So that means if somebody is circumcised, they have a covenantal God. പരിച്ഛേദന ഏറ്റ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉടമ്പടി കൊടുത്ത ഒരു ദൈവമുണ്ട്. When we have a covenantal God, there is a covering of God.
ഒരു ഉടമ്പടി തന്ന ഒരു ദൈവം നമുക്കുള്ളിടത്തോളം കാലം നമുക്കൊരു പ്രത്യേക കവറിംഗ് ഉണ്ട്. So here we can see that if you have a covenant with God, then you have a covenantal God. ആ ദൈവിക ഉടമ്പടി നമുക്കുണ്ടെങ്കിൽ സ്തോത്രം നമുക്കൊരു ആമേൻ സ്തോത്രം ഉടമ്പടി നൽകിയ ഒരു ദൈവമുണ്ട്. If you have a covenantal God, then it's a covering or protection from the Lord. ആമേൻ നമുക്ക് ഉടമ്പടി തന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു സംരക്ഷണമുണ്ട്. Dear brothers and sisters, if we have a covenant, if we are circumcised or set apart for the Lord, then we have a covenantal God in our life. നമുക്ക് ആമേൻ സ്തോത്ര ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ് നാമെങ്കിൽ നമുക്ക് സ്തോത്ര ഉടമ്പടി തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ഉറപ്പാണ്. Then we have the protection or covering from the Lord. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ സംരക്ഷണം നമുക്കുണ്ട്. If you have no covenant, there is no covenantal God. സ്തോത്രം നമുക്ക് ഉടമ്പടി ഇല്ലെങ്കിൽ നമുക്ക് സംരക്ഷണമില്ല. If you have no covenantal God, you have no protection or covering from the Lord. നമുക്ക് ഉടമ്പടി തന്നൊരു ദൈവമില്ലെങ്കിൽ സ്തോത്രം നമുക്ക് ഒരു സംരക്ഷണമില്ല. Here David knows one thing. I was in the covenant, but Goliath was not in the covenant and covering of God. ഇവിടെ ദാവീദിന് ഒരു കാര്യം അറിയാം, ഞാൻ ദൈവിക ഉടമ്പടിക്കകത്തുള്ള ഒരു മനുഷ്യനാണ്, എന്നാൽ എൻ്റെ ശത്രുവായി എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ഗോലിയാത്ത് ദൈവിക ഉടമ്പടിയിൽപ്പെട്ട വ്യക്തിയല്ല. So he empowered, he got the strength from the Lord. അതുകൊണ്ട് തന്നെ ദാവീദിന് ദൈവത്തിൽ നിന്നും ശക്തി ലഭിച്ചു. He realized that uncircumcised giant cannot prevail against me. ആ ദാവീദ് തിരിച്ചറിയുകയാണ്, ആമേൻ സ്തോത്രം, അഗ്രചർമ്മിയായ ഗോലിയാത്തിന് തനിക്കെതിരെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി. He recognized that I am a circumcised person. ദാവീദ് തിരിച്ചറിയുകയാണ്, ഞാൻ ആമേൻ സ്തോത്രം ഒരു പരിച്ഛേദനയേറ്റ മനുഷ്യനാണ്. I have a covenant with my God. എനിക്ക് എന്റെ ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. So I have a covenantal God. അതുകൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി ചെയ്ത ഒരു ദൈവം I have the protection from the covenantal God. ആ ദൈവത്തിന്റെ ഒരു സംരക്ഷണം എനിക്കുണ്ട്. This is the surety we have from the Lord. ഈ ഒരു ഉറപ്പാണ് ദൈവത്തിൽ നാം പ്രാപിക്കേണ്ടത്. If you don't have such a surety in your life, confirmation from the Lord, today you need to accept this reality in your life. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്തില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ബോധ്യം, അങ്ങനെ ഒരു ഉറപ്പ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. David said, I see beyond this problem, I have a covenantal living God. ദാവീദ് പറയും, ഈ പ്രതിസന്ധിയേക്കാളും അപ്പുറമായിട്ട് എന്നോട് ഉടമ്പടി ചെയ്ത ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. Everybody who accepted Jesus Christ as your personal savior, they have a new covenant with Jesus Christ. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ആ കർത്താവിന്റെ ആമേൻ സ്തോത്രം പ്രൊട്ടക്ഷൻ ഉണ്ട്. Everybody in the New Testament has a new circumcision. സ്തോത്രം, പുതിയ നിയമ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുണ്ട്. പുതിയ നിയമത്തിന്റെ പരിചയം. Everybody in the New Testament has a new circumcision. സ്തോത്രം, പുതിയ നിയമത്തിലുള്ള ആമേൻ സ്തോത്രം എല്ലാവർക്കും ഒരു പുതിയ ഉടമ്പടിയുണ്ട്, പുതിയ പരിച്ഛേദനയുണ്ട്. This is the circumcision in our heart. അത് നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. Praise the Lord. Once more I would like to repeat that words. If somebody is a believer or in the New Testament, they have a circumcision that is happened in their heart. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയം പരിച്ഛേദനയേറ്റതാണ്. Praise the Lord. Everybody who accepted Jesus Christ as their personal savior, they have a new covenant with Jesus Christ. സ്തോത്രം, യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ വ്യക്തിക്കും സ്തോത്രം അവർ പുതിയ നിയമത്തിന്റെ ആമേൻ സ്തോത്രം ഉടമ്പടി ലഭിച്ചവരാണ്. People who come to Calvary are covered the blood of Jesus Christ. സ്തോത്രം, കാൽവറിയുടെ രക്തത്താൽ ഒരു സംരക്ഷണം ലഭിച്ചവരാണ് നാം. Circumcision covenant is just like an umbrella. സ്തോത്രം, ഈ പരിച്ഛേദനയുടെ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കുട പോലെയാണ്. This is the story, this is the example I heard from somebody. ഇത് ഞാനൊരു വ്യക്തിയിൽ നിന്ന് കേട്ട ഒരു ഉദാഹരണമാണ്. Circumcision covenant is just like an umbrella. നമ്മുടെ പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു കുട പോലെയാണ്. When rain comes, we have to open that umbrella. ആ ഒരു മഴ പെയ്യുമ്പോൾ നാം കുട നൂർക്കാറുണ്ട്. It is not necessary that the umbrella stops the rain. ആ കുട നൂർക്കുന്നതിലൂടെ മഴ നിന്നു പോകത്തില്ല. But it stops the rain over you. മറിച്ച് നമ്മിലേക്ക് വീഴുന്ന ആ മഴയെ തടയുവാൻ കഴിയും. ഞാൻ അതിനെ മലയാളത്തിൽ ഒന്ന് പറയാം ദൈവമക്കളെ. ഈ ഉടമ്പടി എന്ന് പറയുന്നത്, ദൈവിക ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുട കണക്കെയാണ്. ആ കുടയെന്ന് പറയുന്നത് മഴ വരുമ്പോൾ ആ കുട നിവർത്തി പിടിച്ചാൽ നമ്മുടെ മേൽ
ആ മഴ വീഴാതിരിക്കും. കുട ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മഴ ഒരിക്കലും മഴയെ കുട തടയത്തില്ല, മറിച്ച് നമ്മെ മഴയിൽ നിന്ന് തടയാൻ ഈ കുടയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവവുമായിട്ടുള്ള ഉടമ്പടി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ദൈവങ്ങളോട് പറയാം, ലോകത്തിൽ എത്ര മഴ പെയ്താലും നീ ദൈവത്തോട് ഉടമ്പടി ചെയ്ത വ്യക്തിയാണെങ്കിൽ നിന്റെ മേൽ അത് പെയ്യാതെ ദൈവത്തിനെ കാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ എത്ര പേരുണ്ട്? എൻ്റെ ദൈവത്തിന് എന്നെ കാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സന്തോഷത്തോടെ രാമൻ പറയാം. നാവുകളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഏതെല്ലാം മഴ പെയ്താലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി എടുത്തവനാണ്. എത്ര വലിയ ഗോല്യാത്ത് എൻ്റെ മുമ്പിൽ നിന്നാലും എനിക്ക് നല്ല ഒരു ഉറപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏത് സമയത്തും എനിക്ക് ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണം ഒരു ഉടമ്പടിയുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു ആമേൻ പറയാം. സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞാട്ട്. എനിക്ക് ദൈവമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിന്റെ മുമ്പിൽ ചില ജയന്റ് നിൽപ്പുണ്ട്, ചില അന്ധകാരത്തിന്റെ ശക്തികൾ നിൽപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ചില ശക്തികളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കൊരു ഉടമ്പടിയുണ്ട്, ഞാനൊരു പരിച്ഛേദന പ്രാപിച്ചവനാണ്. ആ ഉടമ്പടിയാൽ ഈ ശത്രുവിന്റെ മേൽ ഞാൻ ജയം പ്രാപിക്കാനിടയാകും. Praise the Lord. Praise the Lord. We all are saved and walking with this umbrella. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് ആ ഒരു കുടക്കീഴിൽ ആയിരിക്കുന്നവരാണ്. We need to operate this covenant under the law of God. നാം ഈ ഉടമ്പടി സ്തോത്രം അത് ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് നാം നിൽക്കേണ്ടവരാണ്. Somebody wants to open that umbrella, it will protect you from this giant enemy. സ്തോത്രം. ഈ ഒരു കുട ഉപയോഗിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം ജീവിതത്തിന്റെ നേരെ വരുന്ന ഏത് ശത്രുവിനെയും നേരിടുവാൻ കഴിയും. Say that I am covered with Jesus Christ. ആമേൻ യേശു കർത്താവിന്റെ രക്തത്താൽ ആമേൻ സ്തോത്രം സുരക്ഷിതരാണെന്ന് നാം എന്ന് പറയാൻ കഴിയും. Say that I am covered with the blood of Jesus Christ. യേശുവിന്റെ രക്തം എന്നെ സൂക്ഷിക്കുന്നെന്ന് പറയുവാൻ കഴിയും. Say that I have a protection from my God. ആമേൻ യേശുവിന്റെ രക്തം എനിക്ക് സംരക്ഷണം നൽകുമെന്ന് Say പറയുവാൻ that കഴിയും. I have a covenantal God with me. എനിക്കൊരു ആമേൻ സ്തോത്രം ഉടമ്പടി തന്ന ദൈവമുണ്ടെന്ന് I am a separated one of God. ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന് So പറയുവാൻ I കഴിയും. know that every kind of evil spirit cannot attack me. അതുകൊണ്ട് ഏത് ശത്രുവിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുവാൻ My കഴിയും. God will stand for me. എന്റെ ദൈവം എനിക്ക് വേണ്ടി നിൽക്കും. I know who is this Goliath. അവൻ എനിക്കറിയാം എന്റെ ശത്രു ആരാണ്. He is uncircumcised person. ആമേൻ. അവൻ അഗ്രചർമ്മിയായ ഒരു He മനുഷ്യനാണ്. is not separated one. അവൻ വേർതിരിക്കപ്പെട്ടവനല്ല. The power behind him is the evil spirit. അവൻ അവന്റെ പിന്നിലുള്ള ശക്തി പൈശാചിക ശക്തിയാണ്. The person who fight against you is not according to the covenant of God. അവൻ ദൈവിക ഉടമ്പടിക്കകത്തുള്ളവനല്ല നിനക്ക് നേരെ വരുന്നത്. The person who filled with God can say that I have one confidence in my heart that I am a covenantal person of God. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും, ഞാൻ ദൈവിക ഉടമ്പടിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. I recognize the evil spirit before me. അവൻ എനിക്കെതിരായി വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ എനിക്ക് അറിയുവാൻ He കഴിയും. cannot do anything for me. ആ ശത്രുവിന് എന്നെ ഒന്നും ചെയ്യുവാൻ He കഴിയില്ല. cannot annihilate me. അവൻ എന്നെ തകർക്കുവാൻ He കഴിയില്ല. cannot kill me. അവൻ എന്നെ കൊല്ലുവാൻ He കഴിയില്ല. cannot distract me through this sickness. അവൻ എന്നെ ഒരു തരത്തിലും അവൻ തകർത്ത് കളയുവാൻ This കഴിയത്തില്ല. evil spirit cannot touch my children. അവൻ എന്റെ കുഞ്ഞുങ്ങളെ അവന് തൊടുവാൻ He കഴിയത്തില്ല. cannot touch me with the sickness. ശത്രുവിന് രോഗത്താൽ എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. In this morning I want to say that the power of God is here. ഈ പകൽ എനിക്ക് പറയുവാനുള്ളത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ If you have the anointment from the Lord, അവൻ ദൈവത്തിന്റെ അവൻ സ്തോത്രം അഭിഷേകത്താൽ നിറയപ്പെട്ടവരാണ് നാം. if you are the anointed one of God, നീ അഭിഷേകം നിറഞ്ഞവനാണെങ്കിൽ you can see certain things the others cannot see. അവൻ മറ്റു പലർക്കും കാണാൻ കഴിയാത്തത് നിനക്ക് കാണുവാൻ കഴിയും. That is the real spirit of God. അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ്. How many of you are filled with such a spirit in your heart? എത്ര പേര് ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരുണ്ട്? Repeatedly 40 days this Goliath attacked him. അവൻ മാറി മാറി 40 ദിവസം ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചു. This Goliath tormenting the people of Israel continuously, incessantly 40 days. അവൻ നിരന്തരമായി തുടർമാനമായി കടന്നു വന്ന് അവൻ ഈ ശത്രു വെല്ലുവിളി നടത്തുകയാണ്. They all afraid. അവൻ ജനമെല്ലാം
അവരെല്ലാം ഭയപ്പെട്ടു. King Saul afraid. അവരെല്ലാവരും ഭയപ്പെട്ടു. The soldiers afraid. അവൻ സ്തോത്രം എല്ലാ പടയാളികളും All ഭയപ്പെട്ടു. the people ran away from his presence. അവന്റെ മുൻപിൽ നിന്ന് എല്ലാവരും ഓടി അകലുകയാണ്. But when the spirit-filled David came to the scene, എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ദാവീദ് മുമ്പിലേക്ക് കടന്നു. the whole scenario changed. അവിടുത്തെ ആ സാഹചര്യം മുഴുവൻ മാറി വരികയാണ്. He first identified the Goliath, the spirit that is against to him. താൻ തിരിച്ചറിയുകയാണ് യഥാർത്ഥമായി സ്തോത്രം തന്റെ ശത്രു, ആ ശത്രുവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിയുകയാണ്. Secondly, he saw the others cannot see. The things that others cannot see. രണ്ടാമതായി മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒന്ന് ദാവീദ് കാണുകയാണ്. Somebody wants to open that umbrella, it will protect you from this giant Goliath. സ്തോത്രം. ഈ നമുക്കെതിരായി വരുന്ന ശത്രുവിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉടമ്പടിയുടെ കുട നാം നിവർക്കണം. Say that I am covered with Jesus Christ. യേശുവിന്റെ രക്തത്താൽ നാം സംരക്ഷണം ലഭിച്ചവരാണ് നാം പറയണം. I am under the covenant of God. ഞാൻ ദൈവിക ഉടമ്പടിയിൽപ്പെട്ടവരാണ് നാം പറയണം. That I am a covenantal child of God. നമ്മുടെ വായ്കളെ തുറന്നു പറ, ഞാൻ ദൈവത്തിന്റെ ഉടമ്പടി ലഭിച്ച ഒരു ദൈവ പൈതലാണെന്ന്. If possible, you utter this verse through your mouth and say, I am the child of God and I am a covenantal child of God. അതരങ്ങളെ തുറന്ന് നമുക്ക് പറയാം, ഞാൻ ദൈവത്തിന്റെ ഉടമ്പടി ലഭിച്ച ഒരു ദൈവ പൈതലാണെന്ന്. But the person or the spirit in front of you that attacked you again and again, that is not under the covenant of God. നിനക്കെതിരായി മാറി മാറി വരുന്ന വെല്ലുവിളി നടത്തുന്ന ശത്രു അവൻ ദൈവിക ഉടമ്പടിക്ക് പുറത്തുള്ളവനാണ്. In your working place you may have some kinds of certain people, they may attack you again and again. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ശത്രുക്കളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. The evil spirit that again and again attack you. പൈശാചികമായ ശക്തി നിങ്ങളെ തുടർമാനമായി സ്തോത്രം നിങ്ങളോട് പൊരുതുന്നത് കാണുവാൻ If you are the child of God, in your heart you can fill with the Holy Spirit. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശത്രുവിനെ and you want to say loudly that I am the child of God, I am the circumcised person, I am the covenantal person of God, no evil spirit can attack me. നമ്മുടെ വായ്കളെ തുറന്ന് നമുക്ക് പറയണം, ഞാൻ പരിച്ഛേദന ഏറ്റവനാണ്, ഞാൻ ദൈവിക ഉടമ്പടിക്കകത്ത് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു ശത്രുവിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. I am not looking on the size and shape of this Goliath. അതുകൊണ്ട് തന്നെ ഈ ശത്രുവിന്റെ വലിപ്പം എന്നെ ഭയപ്പെടുത്തത്തില്ല. I am looking at whether he was a person of covenant or not. സ്തോത്രം. ഞാൻ നോക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇവൻ ദൈവിക ഉടമ്പടിയിൽപ്പെട്ടവനാണോ അതോ അതിന് പുറത്തുള്ളവനാണോ. Praise the Lord. Don't look outside of a person. ഒരു വ്യക്തിയുടെ പുറമേ നമ്മൾ നോക്കി വിധിക്കരുത്. Don't look his external features. ആരുടെയും പുറമേ നമ്മൾ നോക്കരുത്. If a person is filled with the Holy Spirit, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണെങ്കിൽ, if somebody have the covenantal relationship with God, അവൻ ദൈവിക ഉടമ്പടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, then you cannot stand before him. സ്തോത്രം. നിനക്ക് നിന്റെ മുൻപിൽ അവന് നിൽക്കുവാൻ കഴിയത്തില്ല. If a person is with name, fame and huge size come before you, don't worry about him if he is not under the covenant of God. പേരോ പ്രശസ്തിയോ ശക്തിയോ ഒക്കെയുള്ള വ്യക്തി നിന്റെ മുമ്പിൽ വന്ന് നിന്നാലും നീ അവൻ പരിച്ഛേദന ഏറ്റവനാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. I believe that some of you have some problems and some sickness in your life. പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ പോകുന്നവര് എന്നെ കേൾക്കുന്നു. You may have some mental agonies in your life. മാനസികമായി പലവിധമാകുന്ന വ്യതകൾ അനുഭവിക്കുന്നു. You may have some physical illness in your life. ശാരീരികമായി പലവിധമാകുന്ന രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. Repeatedly it attack you. അവൻ നിരന്തരമായി നിങ്ങളെ അത് വേട്ടയാടുന്നു. Incessantly it attack you. അത് തുടർമാനമായി നിങ്ങളെ കടന്നു പിടിക്കുന്നുണ്ട്. Can you say that I am the covenant, I am the child of God? നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I am the covenantal child of God. ഞാൻ ദൈവിക ഉടമ്പടി ലഭിച്ച No ദൈവമാണ്. sickness can harm me. ഒരു രോഗത്തിനും എന്നെ തകർത്ത് കളയുവാൻ I കഴിയില്ല. know one thing. എനിക്കൊരു കാര്യം The അറിയാം. blood of Jesus Christ is my covering. യേശുവിന്റെ രക്തമാണ് എനിക്ക് സംരക്ഷണം നൽകുന്നത്. I am going to start a new life today onward. ഞാൻ ഒരു പുതിയ ജീവിതം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. Nobody can hinder me in that victory. ആ വിജയത്തിൽ നിന്ന് ആർക്കും എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. If you are the covenantal child of God, നീ ദൈവത്തിന്റെ ഉടമ്പടിയിൽപ്പെട്ട വ്യക്തിയാണ്. you can experience the power of that covenant. ആ ദൈവിക ഉടമ്പടിയുടെ ശക്തി നീ തിരിച്ചറിയും. Baptism is one covenant, we know that. അവൻ സ്നാനം ദൈവിക ഉടമ്പടിയാണ്. Holy infilling of Holy Spirit is also another commandment of God. പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവത്തിന്റെ ഉടമ്പടിയാണ്. Salvation is also another commandment of God. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ
time you need this umbrella. Whenever some rain comes, you need to open this umbrella and move according to the word of God. എന്നാൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം നമ്മുടെ ആമേൻ സ്തോത്രം ഈ ദൈവിക ഉടമ്പടിയുടെ കുട നാം നിവർക്കേണ്ടതാണ്. There is a power in the covenant of God. സ്തോത്രം ദൈവത്തിന്റെ ഉടമ്പടിക്കകത്ത് ഒരു ശക്തിയുണ്ട്. How many of you are believing that? എത്ര പേര് വിശ്വസിക്കുന്നു? How many of you are believing that? എത്ര പേര് അത് There is a വിശ്വസിക്കുന്നു? power in the covenant of God. ദൈവത്തിന്റെ ഉടമ്പടിക്കകത്ത് ഒരു ശക്തിയുണ്ട്. It can heal you. ആമേൻ ദൈവിക ഉടമ്പടിയുടെ ശക്തി നിങ്ങളെ സൗഖ്യമാക്കും. Today we are going to worship our Lord. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. Today we are going to worship our നാം Lord. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ During the പോകുകയാണ്. worship time, ആ ആരാധനയെങ്കിൽ if you have such an assurance in your life, അവൻ ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ the Spirit of God is going to touch you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഇത് സ്പർശിക്കാൻ പോകുകയാണ്. Today God is going to block that evil spirit incessantly attack you. അവൻ നിങ്ങളെ തുടർമാനമായി നിരന്തരമായി അലട്ടുന്ന ആ ശത്രുവിന്റെ പോരിനെ ദൈവം ഇന്ന് അഴിക്കാൻ പോകുകയാണ്. Today God is going to attack or remove the spirit incessantly attack your victory. നിങ്ങളെ തുടർമാനമായി നിരന്തരപരമായി അലട്ടുന്ന ആ പ്രശ്നത്തെ ദൈവം ഇന്ന് പരിഹരിക്കാൻ There is പോകുകയാണ്. power in the covenant of God. ദൈവിക ഉടമ്പടിക്കകത്ത് ഒരു ശക്തിയുണ്ട്. There is protection and covering in the covenant of God. ദൈവിക ഉടമ്പടിക്കകത്ത് ഒരു സംരക്ഷണമുണ്ട്. Our Father God sent only His begotten Son to us. അവൻ സ്വർഗസ്ഥനായ പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. Through His death on Calvary, we are saved. We are the child of God. കാൽവറിയിലെ മരണത്തിലൂടെ അവൻ നമ്മളെ മക്കളാക്കി തീർത്തു. That is the greatest covenant of God. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉടമ്പടി. Through the covenant of God, we have victory over giants. അവൻ ആ ദൈവിക ഉടമ്പടിയിലൂടെ നമുക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളുടെ മേലും നമുക്കിത് ജയമുണ്ട്. Through the covenant of God, we have victory over all enemies. അവൻ ആ ദൈവിക ഉടമ്പടിയിലൂടെ നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുവിനെയും നമുക്ക് തകർക്കുവാൻ കഴിയും. David recognized the covenant and covering and the power of God. ദാവീദ് തന്നിലുള്ള ആ ഉടമ്പടിയെ തിരിച്ചറിയുവാൻ But ഇടയായി. Israelites watched the external shape and size of Goliath. എന്നാൽ സാധാരണ ഇസ്രായേൽ ജനത്തിന് അവൻ ഗോലിയാത്തിന്റെ പുറമെയുള്ള വലിപ്പമാണ് കാണുവാൻ What is കഴിയുന്നത്. our attitude towards the power of God's covenant? സ്തോത്രം. ദൈവത്തിന്റെ ഉടമ്പടിയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? Now I am going to conclude my message here. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. Before I want to tell you one truth. അതിനു മുമ്പായി ഞാൻ ഒരു സത്യം നിങ്ങളോട് There പറയാം. is a power in the covenant of God. ദൈവത്തിന്റെ ഉടമ്പടിക്ക് ഒരു ശക്തിയുണ്ട്. How many of you believe that? അവൻ എത്ര പേരത് There is a വിശ്വസിക്കുന്നു? power in the covenant of God. ദൈവിക ഉടമ്പടിക്ക് ഒരു ദൈവശക്തിയുണ്ട്. If you believe that, അവൻ നിങ്ങളത് വിശ്വസിക്കുന്നു. if you believe that, നിങ്ങളത് if വിശ്വസിക്കുന്നു. you claim the victory in the covenant of God, അവൻ നിങ്ങൾ ആ ദൈവിക ഉടമ്പടിയുടെ ശക്തി നിങ്ങൾ ഇത് ഏറ്റെടുക്കാൻ you are going to experience the power of the Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ ഇന്ന് അനുഭവിക്കാൻ Today പോകുന്നു. God is going to anoint you. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അഭിഷേകം I ചെയ്യും. don't know what is the spirit or which spirit is attacking you again and again. ഏത് തരത്തിലുള്ള ശക്തിയാണ് നിങ്ങളെ അവൻ അലട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. It might be sickness. ഒരു പക്ഷേ അത് It രോഗമായിരിക്കാം. might be family crisis. ഒരു പക്ഷേ അത് കുടുംബ It might be പ്രശ്നങ്ങളായിരിക്കാം. financial crisis. ഒരു പക്ഷേ അത് സാമ്പത്തിക It ബുദ്ധിമുട്ടുകളായിരിക്കാം. might be relationship crisis. അവൻ ബന്ധങ്ങളിലുള്ള പ്രതികൂലങ്ങളായിരിക്കാം. Today you believe I am under the cover of God. ഇന്ന് നാം തിരിച്ചറിയണം, നാം ദൈവത്തിന്റെ ഉടമ്പടിക്കകത്തുള്ളവരാണ്. How many of you have such an affirmation in your life? ആ ഉറപ്പ് എത്ര പേർക്ക് ഇത് പകലുണ്ട്? How many of you have such an affirmation in your life? എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? Dear brother, you will not lose your job. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം. You will not have such a sickness in your life. അങ്ങനെയുള്ള രോഗങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കും. You say, I am under the covenant of God. നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തിന്റെ ഉടമ്പടിയിൽപ്പെട്ട I am under the covenant of God. ദൈവത്തിന്റെ ഉടമ്പടിക്കകത്ത് There is a power in this covenant. ഈ ഉടമ്പടിക്ക് ഒരു ശക്തിയുണ്ട്. No evil spirit can touch me. ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. This spirit may distract you. ഈ ശക്തി അവൻ It may disturb you. അവൻ അത് നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. Praise the Lord. സ്തോത്രം. I don't know if you are here with a disturbed mind, if you have some worries about tomorrow. This is the power. This is the power of the giant enemy. In this worship, I believe that God is going to rebuke that evil spirit from your life. ഇതിൽ പലവിധമാകുന്ന Jesus. മാനസിക വെല്ലുവിളികളോടെ ആയിരിക്കാം നിങ്ങൾ എന്റെ മുൻപിലായിരിക്കുന്നത്. എന്നാൽ ഈ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പിന്നിലുള്ള ആമേൻ സ്തോത്രം ആ ഗോലിയാത്തിന്റെ ശക്തിയെ തകർക്കാൻ പോകുകയാണ്. This is the time for you, brother and sister. സ്തോത്രം.
സ്തോത്രം. ഇത് നിങ്ങളുടെ സമയമാണ്. This is the time for you, child. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം. How many of you believe this word of God? എത്ര പേർ അത് വിശ്വസിക്കുന്നു? Can you say an amen to the Lord? ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? Can you believe this is the day of you? ആമേൻ. ഇത് എന്റെ ദിവസമാണെന്ന് എത്ര പേർക്ക് Can you പറയാൻ claim the കഴിയും? victory in the name of Jesus? ആമേൻ. യേശുവിന്റെ നാമത്തിൽ Can you ജയം. claim victory in the name of Jesus? യേശുവിന്റെ നാമത്തിൽ ജയം ഏറ്റെടുക്കാൻ Could you കഴിയുമോ? stand in your places? ആമേൻ. നമുക്കെല്ലാം അതാത് സ്ഥാനങ്ങളിൽ Could you stand in your places? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Close your eyes നമ്മുടെ കണ്ണുകളെ and ദൈവസന്നിധിയിൽ open അടയ്ക്കാം. your mouth നമ്മുടെ വായുകളെ and തുറക്കാം. say that I am the child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I am the covenantal child of God. ഞാൻ ദൈവിക ഉടമ്പടിയുള്ള ദൈവ പൈതലാണ്. Whenever sickness attacked me, ആമേൻ. രോഗങ്ങൾ എന്നെ എതിരിടുമ്പോൾ, whenever evil spirits attacked me, ആമേൻ, പിശാച് എനിക്കെതിരായി I വരുമ്പോൾ, have one confirmation in my life. എനിക്കൊരു ഉറപ്പ് എന്റെ ഹൃദയത്തിനകത്തുണ്ട്. My God is my protection. എന്റെ ദൈവമാണ് എന്റെ My സംരക്ഷണം. God is my covering. എന്റെ ദൈവമാണ് എന്റെ കവറിംഗ്. There is power in the covenant of God. അവൻ ദൈവിക ഉടമ്പടിക്ക് ഒരു There is ശക്തിയുണ്ട്. power in the covenant of God. ദൈവിക ഉടമ്പടിക്ക് ഒരു ശക്തിയുണ്ട്. When you claim through your mouth, നീ അത് നിങ്ങളുടെ അധരങ്ങളിലൂടെ നിങ്ങൾ പറയുമ്പോൾ, when you claim it into your heart, അത് നിങ്ങളുടെ ഹൃദയത്തിലൂടെ നിങ്ങൾ പറയുമ്പോൾ, when we sing this song during that time, you claim it yourself and pray to the Lord, then you will see the miracle of God in your life. ഒരുമിച്ച് തുടർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ഹൃദയത്തിൽ ഉറപ്പോടെ ഞാനൊരു അവൻ ദൈവിക ഉടമ്പടിയിൽപ്പെട്ടവരാണെന്നുള്ള ഉറപ്പോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വിടുതലുകൾ നമ്മുടെ ശരീരത്തിൽ നാം അനുഭവിക്കാൻ പോകുകയാണ്. I know somebody is watching through this live stream. അവൻ ഈ ലൈവ് സ്ട്രീമിലൂടെ ആരൊക്കെ ഞങ്ങളെ I കേൾക്കുന്നുണ്ട്? know somebody is watching through this live streaming YouTube and Facebook. ഈ ലൈവ് സ്ട്രീമിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെയും ചിലർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. But I want to tell you one truth in your place. If you believe that I am under the covenant of ഞാൻ God, ഒരു കാര്യം ഉറപ്പായി പറയാം, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവിക ഉടമ്പടിയുടെ ഉറപ്പ് നിങ്ങളിലുണ്ടെങ്കിൽ ഈ വിടുതലുകൾ നിങ്ങൾ now God is going to rebuke the cancerous cells in your life. ദൈവം നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ വാ, വാ, വാ. അത്ഭുതത്തെയും സൗഖ്യമാക്കാൻ പോകുകയാണ്. Now God is going to rebuke and cast out all the evil spirits from your heart. നിങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ദൈവം ശാസിച്ച് Now അകറ്റുകയാണ്. God is going to release your child from the bondages of Satan's അവൻ spirit. നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. And now God is going to heal the broken family. അവൻ തകർന്ന കുടുംബങ്ങളെ ദൈവം യോജിപ്പിക്കാൻ പോകുകയാണ്. Open your mouth and give praises to the Lord. ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റാം. And join in this worship. അവൻ ഈ ആരാധനയിൽ And പങ്കുചേരാം. join in this ഈ worship. ആരാധനയിൽ പങ്കുചേരാം. If you are the anointed one of God, ഈ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, if you are the child of God, നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, you have the authority from the Lord. അവൻ നിനക്ക് ദൈവത്തിൽ നിന്നും ഒരു അവൻ സ്തോത്രം പ്രത്യേക അഭിഷേകമുണ്ട്. If somebody have the fear in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ, if you have some fear about tomorrow, നിങ്ങൾ നാളെയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, you have some worries about tomorrow in your heart, നാളെയെ കുറിച്ചുള്ള വ്യാകുലം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, today God is assured that don't worry, you are under the covering of God. ഇന്ന് പകൽ ദൈവം പറയുകയാണ്, ഭയപ്പെടണ്ട, അവൻ ഈ ദൈവിക ഉടമ്പടിക്കകത്തുപെട്ടവനാണ്. How many of you are believing that? എത്ര പേര് How വിശ്വസിക്കുന്നു? many of you are believing that? എത്ര പേര് അത് Can you clap വിശ്വസിക്കുന്നു? your hands? നമ്മുടെ Open your കരങ്ങളെ- mouth and say amen to the Lord. Glory to God. Praise the Lord. Our God is here. Our God is here. നമ്മുടെ കർത്താവ് നമ്മുടെ He is മധ്യത്തിലുണ്ട്. the covenantal God. അവൻ നമുക്ക് ഉടമ്പടി തന്നൊരു If ദൈവമാണ്. somebody needs prayer from me, അവൻ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമെങ്കിൽ we are ready to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. If you don't want, അവൻ നിങ്ങൾക്ക് പ്രാർത്ഥന you ആവശ്യമില്ലെങ്കിൽ stand in your places. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിങ്ങൾക്ക് I നിൽക്കാം. don't want to insist on you to come here. ആരും മുമ്പോട്ട് വരാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. But if you want the prayer from the Lord, എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമെങ്കിൽ during that time, close your eyes. നിങ്ങൾക്ക് ആയിരിക്കുന്ന ഇടങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ Now അടയ്ക്കാം. our choir is going to sing one song. നമ്മുടെ ടീം നമ്മളെ ആരാധനയിലേക്ക് During നയിക്കും. that time, everybody clap your hands and sing with them. എല്ലാവരും കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Here, God is going to heal somebody. ആമേൻ. ഇന്ന് പകൽ ദൈവം ചിലരെ സൗഖ്യമാക്കാൻ God പോകുകയാണ്. is going to release somebody from the clutches of the evil spirit and satanic influences. അവൻ ശത്രുവിന്റെ തല അവൻ സ്തോത്രം പിടിയിൽ നിന്ന് ദൈവം ചിലരെ ഇന്ന് സ്വതന്ത്രരാക്കാൻ പോകുകയാണ്. Can you say, I have a covenant in my life? നമുക്ക് പറയാൻ കഴിയുമോ, എന്റെ ജീവിതത്തിൽ ഒരു ദൈവിക Can you ഉടമ്പടിയുണ്ട്? say, give an amen to the Lord? അവൻ എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ Can you കഴിയും? praise your Lord? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. Can you give glory to the Lord? Jesus, Praise the Lord. my Savior,
Lord, there is none like you. All of my days I want to praise the wonders of your mighty love. My comfort, my shelter, tower of refuge and strength. Let every breath, all that I have, never cease to worship you. Shout to the Lord, all the earth, let us sing. Power and majesty, praise to the King. Mountains bow down and the seas will roar at the sound of your name. I sing for joy at the works of your hands. Forever I'll love you, forever I stand. Nothing compares to the promise I have in you. Shout to the Lord, all the earth, let us sing. Power and majesty, praise to the King. Mountains bow down and the seas will roar at the sound of your name. I sing for joy at the works of your hands. Forever I love you, forever I stand. Nothing compares to the promise I have. Lord, there is none like you. All of my days I want to praise the wonders of your mighty love. My comfort, my shelter, tower of refuge and strength. Let every breath, all that I am, never cease to worship you. Shout to the Lord, all the earth, let us sing. Power and majesty, praise to the King. Mountains bow down and the seas will roar at the sound of your name. I sing for joy at the works of your hands. Forever I love you, forever I stand. Nothing compares to the promise I have in you. Hallelujah. Hallelujah. Power of God. All of you be seated.